കർക്കടകത്തിലെ കറുത്തവാവു പോലെ ആകാശം കനത്തുനിന്നു. തൃശൂരിലെ രാമനിലയത്തിന്റെ കൂറ്റൻ ഗേറ്റിനു പുറത്ത് ലോകം മുഴുവൻ ഒരു വെളുത്ത തിരശ്ശീലയ്ക്കുള്ളിലായതുപോലെ മഴ തകർത്തു പെയ്യുകയായിരുന്നു. ഗേറ്റ് കടന്ന് നനഞ്ഞ പുൽത്തകിടിയിലൂടെ കാർ പോർച്ചിലെത്തുമ്പോഴേക്കും ആർത്തലയ്ക്കുന്ന മഴയുടെ ശബ്ദം ഒരു നേർത്ത മൂളലായി ഒതുങ്ങും. അകത്ത് ശീതീകരിച്ച മുറികളുടെ നിശ്ശബ്ദമായ ആഡംബരത്തിൽ പുറത്തെ ലോകം മറ്റേതോ യാഥാർത്ഥ്യമായിരുന്നു. ഞായറാഴ്ച പ്രഭാതങ്ങളെ മാധവൻ എന്നും പ്രണയിച്ചിരുന്നു. ഒരാഴ്ചത്തെ ഓട്ടപ്പാച്ചിലിനൊടുവിൽ ഓർമ്മകളെയും സ്വപ്നങ്ങളെയും കൂട്ടുപിടിച്ച് പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടാനൊരു സുഖമുണ്ട്. സ്വർണത്തിന്റെ വിലയുള്ള ഉറക്കം. അയാൾ എപ്പോഴും ഭാര്യ രേഖയോട് തമാശ പറയും. ജനൽച്ചില്ലുകളിൽ മഴത്തുള്ളികൾ കൂറിയിട്ട അമൂർത്തമായ ചിത്രങ്ങളെ പാതിമയക്കത്തിൽ നോക്കിക്കിടക്കുമ്പോൾ പുറത്ത് പ്രകൃതി അതിന്റെ എല്ലാ രൗദ്രഭാവങ്ങളും ആവാഹിക്കുകയായിരുന്നു. അപ്പോഴാണ് താഴെ കോളിംഗ് ബെൽ നേർത്ത ശബ്ദത്തിൽ ചിലച്ചത്. ആദ്യം അതൊരു തോന്നലാണെന്ന് കരുതി. എന്നാൽ വീണ്ടും ആ ശബ്ദം ഉയർന്നപ്പോൾ രേഖയുടെ നെറ്റി ചുളിഞ്ഞു. അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ അസ്വസ്ഥത മുറിയിൽ നിറഞ്ഞു. ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ആരു വരാനാ? മനുഷ്യനെ ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാനും സമ്മതിക്കില്ല. അവളുടെ ശബ്ദത്തിൽ അമർഷം തിളച്ചു. കോളിംഗ് ബെൽ വീണ്ടും മുഴങ്ങി. ഇത്തവണ കൂടുതൽ നേരം ഒരു യാചനയുടെ സ്വരത്തിൽ. ചിലപ്പോൾ വല്ല അത്യാവശ്യമാകും രേഖേ. ഒന്നുമില്ലാതെ ഈ മഴയത്ത് ആരും വരാനിടയില്ല, മാധവൻ പുതപ്പിനുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അത്യാവശ്യം? ഈ രാവിലെ തന്നെ? വല്ലതും വിൽക്കാൻ വന്ന് തെണ്ടികളാകും. ഈ മഴയത്ത് മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോരുത്തർ ഇറങ്ങിക്കോളും. അവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് കനത്ത കർട്ടൻ ചെറുതായി വകഞ്ഞുമാറ്റി. താഴെ ഗേറ്റിനരികിൽ മഴയുടെ നൂൽപ്പാലങ്ങൾക്കിടയിലൂടെ ഒരു സ്ത്രീരൂപം അവ്യക്തമായി കാണാമായിരുന്നു. ഒരു പഴയ കുട ചൂടി മഴയുടെ ശക്തിയിൽ ആടി ഉലഞ്ഞു നിൽക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഏതോ ഒരു സ്ത്രീയാണ്. കയ്യിലൊരു സഞ്ചിയുമുണ്ട്. വല്ല മസാലപ്പൊടിയോ അച്ചാറോ വിൽക്കാൻ വന്നതായിരിക്കും. ഈ തറവാട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ഒരു കുറവുമില്ലെന്നിവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. രേഖയുടെ വാക്കുകളിൽ പുച്ഛം വിഷം പോലെ കലർന്നിരുന്നു. മാധവനൊന്നും മിണ്ടിയില്ല. അയാൾ മെല്ലെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയുടെ തണുത്ത ഗ്രാനൈറ്റിൽ കാലുവച്ചപ്പോൾ ഒരു തരിപ്പ ശരീരത്തിലൂടെ പാഞ്ഞുപോയി. താഴെ ഗേറ്റിനരികിൽ നനച്ച സാരിയെടുത്ത ഒരു സ്ത്രീരൂപം മഴയിൽ നിന്നും കാലം സമ്മാനിച്ച ദുരിതങ്ങളിൽ നിന്നും ഒരുപോലെ രക്ഷപ്പെടാൻ പാടുപെടുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ആ കാഴ്ച അയാളുടെ മനസ്സിൽ ഒരു കനൽ കോരിയിട്ടു. ഒന്ന് പോയി നോക്ക് രേഖേ, പാവം മഴ മുഴുവൻ നനയുന്നു. എന്തിന്? വാച്ച്മാൻ ഗേറ്റ് തുറക്കില്ല. ഞാൻ നേരത്തെ കർശനമായി പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കച്ചവടക്കാരെയും യാചകരെയും അകത്തേക്ക് വിടരുതെന്ന്. കോളിംഗ് ബെൽ വീണ്ടും നിർത്താതെ മുഴങ്ങി. ആ ശബ്ദത്തിന് ഇപ്പോൾ ഒരു നിലവിളിയുടെ സ്വരമുണ്ടായിരുന്നു. അത് മാധവന്റെ ഹൃദയത്തിലാണ് ചെന്ന് തറച്ചത്. ഞാൻ പോയി നോക്കാം, മാധവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഓ, നിങ്ങൾക്ക് ഈ പാവങ്ങളെ കാണുമ്പോൾ അലിവിന്റെ ഉറവ് പൊട്ടും. ആ വന്ന സ്ത്രീക്ക് 10 രൂപ കൊടുത്ത് സമാധാനിപ്പിക്കാനല്ലേ നടന്നു തന്നെ. രേഖയുടെ പരിഹാസം അവന്റെ കാതുകളിൽ തുളച്ചു കയറിയെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ മാധവൻ താഴേക്ക് നടന്നു. ചന്ദനം മണക്കുന്ന തേക്കുപടികൾ ഇറങ്ങുമ്പോൾ അകാരണമായ ഒരു ഭാരം അവന്റെ മനസ്സിൽ വന്ന് നിറയുന്നതുപോലെ തോന്നി. ആ സ്ത്രീ ആരാണെന്നറിയാനുള്ള ഒരു ഉൾപ്രേരണ അയാളെ മുന്നോട്ട് നയിച്ചു. വാതിൽ തുറന്നപ്പോൾ മാധവൻ കണ്ടത് മഴയിൽ പാതി നനഞ്ഞ് തണുപ്പിൽ വിറയ്ക്കുന്ന ഒരു രൂപത്തെയാണ്. പ്രായം 60നോടടുക്കിരിക്കും. നരച്ച കോട്ടൺ സാരിയുടെ തുമ്പുകൊണ്ട് അവർ മുഖം തുടയ്ക്കുകയായിരുന്നു. കാഴ്ചയിൽ ക്ഷീണവും നിസ്സഹായതയും നിഴലിച്ചിരുന്നു. അവരുടെ കയ്യിലെ പ്ലാസ്റ്റിക് സഞ്ചിയിൽ നിന്ന് മഴവെള്ളം ഇറ്റുവീണ് മുറ്റത്തെ ടൈലുകളിൽ ചെറിയ വൃത്തങ്ങൾ തീർത്തു. എന്താ വേണ്ടത്? മാധവന്റെ ശബ്ദം ആർദ്രമായിരുന്നു. സാറേ, കുറച്ച് മസാലപ്പൊടികളുണ്ട്. വീട്ടിലുണ്ടാക്കിയതാ. നല്ല എരിവും മണവുമൊക്കെയുണ്ട്. ഒരു പാക്കറ്റ്. വാക്കുകൾ പൂർത്തിയാക്കും മുൻപ് അവരുടെ ശബ്ദമിടറി. ആ കണ്ണുകളിലെ ദയനീയത മാധവന്റെ ഉള്ളുലച്ചു. മാധവൻ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കാലം വരച്ചുവെച്ച ചുളിവുകൾക്കിടയിലും ആ ക്ഷീണിച്ച കണ്ണുകളിൽ എവിടെയോ കണ്ടുമറന്നൊരു തിളക്കമുണ്ടായിരുന്നു. ഓർമ്മയുടെ അടരുകൾക്കിടയിൽ നിന്ന് ഏതോ ഒരു ചിത്രം തെളിയാൻ വെമ്പുന്നതുപോലെ. ചേച്ചിയുടെ പേരെന്താ? അവൻ പതിയെ ചോദിച്ചു. സാന്ത. ആ പേര് ഒരു ഇടിമിന്നൽ പോലെയാണ് മാധവന്റെ കാതുകളിൽ പതിച്ചത്. അവൻ ഞെട്ടിത്തെറിച്ച് ഒന്നുകൂടി ആ മുഖത്തേക്ക് നോക്കി. അതേ കണ്ണുകൾ. വർഷങ്ങൾക്ക് മുൻപ് വിശന്നു തളർന്ന ഒരു 10 വയസ്സുകാരന് നേരെ നീണ്ട കാരുണ്യത്തിന്റെ അതേ നോട്ടം. പക്ഷേ കാലം ആ കണ്ണുകളിലെ പ്രകാശം കെടുത്തിക്കളഞ്ഞിരിക്കുന്നു. ശാന്ത? പാലാഴിയിലെ കുറുപ്പിന്റെ കടയിലെ ശാന്ത ചേച്ചിയല്ലേ? അവന്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. അവർ ഞെട്ടി അവനെ നോക്കി. ആ കണ്ണുകളിൽ അവിശ്വസനീയത നിറഞ്ഞു. അതെ. നിങ്ങൾക്ക് എന്നെ എങ്ങനെ? ചേച്ചി, ഇത് ഞാനാ, മാധു, പാലാഴിയിലെ മാധു. ആ വാക്കുകൾ കേട്ട് അവരുടെ കണ്ണുകൾ വിടർന്നു. ഓർമ്മയുടെ തിരശ്ശീലകൾ പതിയെ മാറുന്നതുപോലെ അവർ അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖത്ത് പഴയ 10 വയസ്സുകാരന്റെ നിഴൽ അവർ തിരഞ്ഞു. പിന്നെ ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ചുണ്ടുകൾ വിറച്ചു. മോനെ, മാധു, നീ ഇവിടെയായിരുന്നോ?
അവർക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നിലവിളി പോലെ ആ വാക്കുകൾ പുറത്തുവന്നു. അപ്പോഴേക്കും "ആരാ മാധവേട്ടാ ഇത്?" എന്ന് ചോദിച്ചുകൊണ്ട് രേഖയെ അങ്ങോട്ട് വന്നു. അവരുടെ ശബ്ദത്തിൽ അപ്പോഴും അനിഷ്ടം നിഴലിച്ചിരുന്നു. "രേഖേ, ഇത് ശാന്ത ചേച്ചിയാ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എന്റെ കുട്ടിക്കാലത്ത് വിശന്നു കരഞ്ഞ് ഞങ്ങൾക്ക്..." മാധവൻ അവളെ നോക്കി. അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുൻപ് ശാന്ത ചേച്ചിയുടെ അവസ്ഥ കണ്ട് മാധവന്റെ കണ്ണുകൾ നിറയുന്നത് രേഖ ശ്രദ്ധിച്ചു. തന്റെ ഭർത്താവിന്റെ കണ്ണുകളിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് അവൾ കണ്ടിട്ടില്ലാത്ത ഒരു വികാരം മിന്നിമറയുന്നത് അവൾ തിരിച്ചറിഞ്ഞു. "ചേച്ചി അകത്തുവാ," മാധവൻ അവരുടെ തണുത്ത കയ്യിൽ പിടിച്ചുകൊണ്ടു പറഞ്ഞു. ആ സ്പർശനത്തിൽ വർഷങ്ങളുടെ നന്ദിയുണ്ടായിരുന്നു. രേഖയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നനഞ്ഞൊലിച്ച ചെളിപുരണ്ട കാലുകളോടെ ഒരു സാധാരണക്കാരി സ്ത്രീ തന്റെ വെണ്ണക്കൽ പാകിയ നിലത്തേക്ക് കയറുന്നത് അവൾക്ക് സഹിക്കാനായില്ല. എങ്കിലും ഭർത്താവിന്റെ മുഖത്തെ വികാരങ്ങൾ അവളെ തൽക്കാലം നിശബ്ദയാക്കി. നരച്ച സാരിയിൽ നനഞ്ഞ കാലടികളോടെ ശാന്തചേച്ചി എന്ന ദൈവം രാമനിലയത്തിന്റെ പടികൾ കയറി. ശാരദയമ്മയുടെ ഓർമ്മകളിൽ രാഘവൻ മാഷ് തെളിഞ്ഞു. മുറ്റത്ത് ചെമ്പരത്തി പൂത്തപ്പോൾ ആദ്യത്തെ പൂവ് അവളുടെ മുടിയിൽ ചൂടിച്ചു തന്നിട്ട് മാഷു പറഞ്ഞു, "എന്റെ ശാരദയ്ക്ക് ഈ ലോകത്തിലെ എല്ലാ പൂക്കളുടെയും ഭംഗിയുണ്ട്." ആ വാക്കുകൾ ഓർക്കുമ്പോൾ ഇപ്പോഴും അവരുടെ കവിളിൽ ഒരു ചുവപ്പ് രാശി പടരും. മകൻ രവി ജനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മാഷായിരുന്നു. "നമ്മുടെ മോൻ വലിയ ആളാകും ശാരദേ," മാഷ് പറയുമായിരുന്നു. ഓർമ്മകൾക്ക് എന്തു സുഗന്ധമാണ്, പക്ഷേ ആ സുഗന്ധം ഇപ്പോൾ അവരെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അയൽപക്കത്തെ സുമേഷിന്റെ മകളുടെ കല്യാണമായിരുന്നു അന്ന്. സുനിതയുടെ കോളേജിലെ കൂട്ടുകാരിൽ ചിലരെല്ലാം വരുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ അവൾ ഒരുങ്ങി പുതിയ സാരിയുടുത്തു. പക്ഷേ ഇറങ്ങാൻ നേരം ശാരദയമ്മയ്ക്ക് ഒരു വയറുവേദന. ഓർമ്മക്കുറവുള്ളതുകൊണ്ട് അവരെ തനിച്ചാക്കി പോകാൻ കഴിയില്ല. "ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അമ്മേ. അമ്മ മുറിയിൽ അടച്ചിരുന്നാൽ മതി. എനിക്ക് പേടിയാ മോളെ തനിച്ചിരിക്കാൻ." തല കറങ്ങുന്നതുപോലെ ആ നിഷ്കളങ്കമായ മറുപടി സുനിതയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം കണക്കെ പൊട്ടിത്തെറിച്ചു. "എനിക്ക് ഈ വീട്ടിൽ ഒന്നിനും സ്വാതന്ത്ര്യമില്ല. എപ്പോഴും ഈ തള്ളയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നാൽ മതി," അവൾ അലറി. ശാരദയമ്മ ആ വാക്കുകൾ കേട്ട് തരിച്ചു നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ കല്യാണത്തിന് പോയില്ല. മുറിയുടെ വാതിലടച്ച് അവൾ ഏറെ നേരം കരഞ്ഞു. താൻ ആഗ്രഹിച്ച ജീവിതമല്ല ഇത്. കൂട്ടുകാരെല്ലാം ജോലിക്ക് പോകുന്നു, യാത്രകൾ ചെയ്യുന്നു. താൻ മാത്രം ഈ പഴഞ്ചൻ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒരു രോഗിയെയും പരിചരിച്ച്. അവളുടെ ദേഷ്യവും സങ്കടവും ഇഴചേർന്ന് ഒരു വിഷമായി ഉള്ളിൽ നിറഞ്ഞു. അന്ന് രാത്രി അവൾ ശാരദയമ്മക്ക് ആഹാരം കൊടുത്തതേയില്ല. വിശപ്പടക്കി ആ അമ്മ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്നു. കണ്ണുനീരിന്റെ ഉപ്പുരസം തലയണയെ നനച്ചു. അടുത്ത ദിവസം രവി വന്നപ്പോൾ വീട്ടിലെ നെറ്റുറ്റ അന്തരീക്ഷം അവനെ ശ്വാസം മുട്ടിച്ചു. അവൻ അമ്മയുടെ മുറിയിൽ ചെന്നു. "എന്താ അമ്മേ ഒന്നും മിണ്ടാതിരിക്കുന്നത്?" "ഒന്നുമില്ല മോനെ." ആ ശബ്ദം നേർത്തിരുന്നു. അവൻ സുനിതയോട് ചോദിച്ചു, "നീ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെട്ടത്?" "ഓ, ഇപ്പോൾ ഞാൻ കുറ്റക്കാരിയായി. നിങ്ങളുടെ അമ്മ ഒരു പാവം അല്ലേ? ഞാൻ അനുഭവിക്കുന്നതൊന്നും ആരും കാണുന്നില്ല. ഈ 4 ചുമരുകൾക്കുള്ളിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ?" അവൾ പൊട്ടിത്തെറിച്ചു. ശാരദയമ്മ ആ വാക്കുകൾ കേട്ട് തരിച്ചു നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ കല്യാണത്തിന് പോയില്ല. മുറിയുടെ വാതിലടച്ച് അവൾ ഏറെ നേരം കരഞ്ഞു. താൻ ആഗ്രഹിച്ച ജീവിതമല്ല ഇത്. കൂട്ടുകാരെല്ലാം ജോലിക്ക് പോകുന്നു, യാത്രകൾ ചെയ്യുന്നു. താൻ മാത്രം ഈ പഴഞ്ചൻ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒരു രോഗിയെയും പരിചരിച്ച്. അവളുടെ ദേഷ്യവും സങ്കടവും ഇഴചേർന്ന് ഒരു വിഷമായി ഉള്ളിൽ നിറഞ്ഞു. അന്ന് രാത്രി അവൾ ശാരദയമ്മയ്ക്ക് ആഹാരം കൊടുത്തതേയില്ല. വിശപ്പടക്കി ആ അമ്മ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്നു. കണ്ണുനീരിന്റെ ഉപ്പുരസം തലയണയെ നനച്ചു. അടുത്ത ദിവസം രവി വന്നപ്പോൾ വീട്ടിലെ നെറ്റുറ്റ അന്തരീക്ഷം അവനെ ശ്വാസം മുട്ടിച്ചു. അവൻ അമ്മയുടെ മുറിയിൽ ചെന്നു. "എന്താ അമ്മേ ഒന്നും മിണ്ടാതിരിക്കുന്നത്?" "ഒന്നുമില്ല മോനെ." ആ ശബ്ദം നേർത്തിരുന്നു. അവൻ സുനിതയോട് ചോദിച്ചു, "നീ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെട്ടത്?" "ഓ, ഇപ്പോൾ ഞാൻ കുറ്റക്കാരിയായി. നിങ്ങളുടെ അമ്മ ഒരു പാവം അല്ലേ? ഞാൻ അനുഭവിക്കുന്നതൊന്നും ആരും കാണുന്നില്ല. ഈ 4 ചുമരുകൾക്കുള്ളിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ?" അവൾ പൊട്ടിത്തെറിച്ചു. രവിക്ക് എന്തു പറയണമെന്നറിഞ്ഞില്ല. അമ്മയോടുള്ള സ്നേഹവും ഭാര്യയോടുള്ള കടമയും അവനെ രണ്ടായി വലിച്ചു കീറുകയായിരുന്നു. ആ നിസ്സഹായതയിൽ അവൻ മൗനം തിരഞ്ഞെടുത്തു. അതൊരു തുടക്കമായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും സുനിത ശാരദയമ്മയോട് കയറാൻ തുടങ്ങി. വാക്കുകൾ കൊണ്ടുള്ള കുറ്റപ്പെടുത്തലുകൾ പതിയെ പ്രവൃത്തികളിലേക്കും മാറി.
ഭക്ഷണത്തിന്റെ അളവ് കുറച്ചു, സംസാരിക്കുന്നത് പൂർണ്ണമായി നിർത്തി. രവി ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു. അതായിരുന്നു അവനൊരു രക്ഷപ്പെടൽ. ആ വീടൊരു നിശബ്ദമായ യുദ്ധക്കളമായി മാറി. അവിടെ സ്നേഹം തോൽക്കുകയും നിസ്സഹായത ജയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതൊരു കറുത്ത ദിവസമായിരുന്നു. രാവിലെ മുതൽ സുനിതയുടെ തല പെരുക്കുന്നുണ്ടായിരുന്നു. തലേന്ന് രാത്രി രവിയുമായി അവൾ വഴക്കിട്ടു. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഹോം നഴ്സിനെ വെട്ടുന്നതിനെക്കുറിച്ചായിരുന്നു തർക്കം. നാട്ടുകാരെന്തു പറയും? സ്വന്തം അമ്മയെ നോക്കാൻ ഒരു പെണ്ണിന് പറ്റിയില്ലെന്ന് അവർ പറയില്ലേ എന്ന രവിയുടെ ചോദ്യത്തിലെല്ലാം അവസാനിച്ചു. അടുക്കളയിൽ കഞ്ഞിക്കലം തിളച്ചു മറിയുകയായിരുന്നു. അവളുടെ മനസ്സും അതുപോലെ തിളച്ചു മറിയുകയായിരുന്നു. ശാരദയമ്മ പതിവ് പോലെ വരാന്തയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. ആ ഇരിപ്പ് കാണുമ്പോൾ പോലും അവൾക്ക് ദേഷ്യം വന്നു. ഒരു ജോലിയുമില്ലാതെ സ്വസ്ഥമായി. കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്, അവൾ വിളിച്ചു പറഞ്ഞു. ശാരദയമ്മ പതിയെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നു. ഓർമ്മക്കുറവ് കാരണം അവരുടെ കൈകൾക്ക് ചെറിയൊരു വിറയലുണ്ടായിരുന്നു. കഞ്ഞിപ്പാത്രമെടുക്കാൻ ശ്രമിച്ചപ്പോൾ കൈതട്ടി അത് നിലത്ത് തൂവിപ്പോയി. ചൂടുള്ള കഞ്ഞിവെള്ളം നിലത്തുകൂടി ഒഴുകിപ്പരന്നു. അത്രയും നേരം അടക്കിവെച്ച ദേഷ്യം മുഴുവൻ ഒരു കൊടുങ്കാറ്റായി സുനിതയിൽ നിന്ന് പുറത്തു വന്നു. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു, ഒരു ശല്യം! അവൾ അലറി വിളിച്ചുകൊണ്ട് മുന്നോട്ടു കുതിച്ചു. എന്തു ചെയ്യുന്നുവെന്ന് സ്വയം നിയന്ത്രിക്കാനാവാതെ അവൾ ആ മെലിഞ്ഞ കവിളിൽ ആഞ്ഞടിച്ചു. ഠേ! ആ ശബ്ദം ആ വീട്ടിന്റെ ചുമരുകളിൽ കട്ടി പ്രതിധ്വനിച്ചു. നിമിഷനേരത്തേക്കെല്ലാം നിശ്ചലമായി. അടിയുടെ ആഘാതത്തിൽ ശാരദയമ്മ പിന്നോട്ടു വേച്ചുപോയി. അടുക്കളയുടെ തണുത്ത ഭിത്തിയിൽ അവരുടെ മെലിഞ്ഞ ശരീരം ചെന്നിടിച്ചു നിന്നു. ശബ്ദം നിലച്ച ആ നിമിഷത്തിൽ ലോകം തന്നെ നിശ്ചലമായതുപോലെ അവർക്ക് തോന്നി. കാതുകളിൽ ഒരു മൂളൽ മാത്രം ബാക്കിയുണ്ടായി. കവിളിലെ വേദനയല്ല, ഹൃദയത്തിൽ നിന്ന് എന്തോ ഒന്ന് പൊട്ടിപ്പോയതുപോലെയായിരുന്നു. അവരുടെ കണ്ണുകളിൽ നിറഞ്ഞത് വേദനയായിരുന്നില്ല, മറിച്ച് അവിശ്വസനീയമായിരുന്നു. തന്റെ മകൻ സ്നേഹിച്ച, താൻ മകളായി കണ്ട പെൺകുട്ടിയാണോ ഇത്? അവളുടെ കൈകൾക്ക് ഇത്രയേറെ കനമുണ്ടായിരുന്നോ? അതോ തന്റെ ഹൃദയത്തിനേറ്റ മുറിവിന്റെ ഭാരമാണോ കവിളിൽ അനുഭവപ്പെടുന്നത്? അവർ സുനിതയെ നോക്കി. അവരുടെ കണ്ണുകളിൽ ജ്വലിച്ചിരുന്ന കോപം പതിയെ കെട്ട് മകരം ഒരുതരം ഭയവും ഞെട്ടലും നിറയുന്നത് അവർ കണ്ടു. സുനിത സ്വന്തം കൈപ്പത്തിയിലേക്ക് നോക്കുന്നത് ഒരു അപരിചിത വസ്തുവിനെ കാണുന്നത് പോലെയായിരുന്നു. ആ നോട്ടം ശാരദയമ്മയുടെ ഹൃദയത്തിൽ ആഴത്തിൽ തുളച്ചുകയറി. ശിവൻപിള്ള ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. ഉടൻ തന്നെ രമേശന്റെ നമ്പറിൽ വിളിച്ചു. കിതച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മോനെ രമേശ, ഞാനിപ്പോൾ ഗുരുവായൂരിലാണ്. ഞാൻ ഗോപിമേനോനെ കണ്ടു, നമ്മുടെ ഗോപിമേനോനെ. ഫോണിന്റെ മറുതലക്കൽ ഒരു നിമിഷം ശ്വാസമടക്കി പിടിച്ച നിശബ്ദതയായിരുന്നു. പിന്നെ പ്രതീക്ഷയും അവിശ്വസനീയതയും കലർന്ന രമേശന്റെ ശബ്ദം. എന്താ ശിവൻചേട്ട പറഞ്ഞത്? അച്ഛനെയോ? എവിടെ? ശിവൻപിള്ള നടന്നതെല്ലാം വിവരിച്ചു. കേട്ടുതീർന്നപ്പോൾ രമേശന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കെട്ടുപോയെന്ന് കരുതിയ പ്രതീക്ഷയുടെ കനൽ വീണ്ടും ആളിക്കത്തുകയായിരുന്നു. അവൻ ഉടൻ സുനിതയെ വിളിച്ചു. വാർത്ത കേട്ട് അവൾ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അടുത്ത ഫ്ലൈറ്റിന് തന്നെ രമേശൻ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു. 2 വർഷത്തെ കാത്തിരിപ്പ്, പ്രാർത്ഥന, എല്ലാം ഫലം കാണാൻ പോകുന്നു. അവർ വീണ്ടും ഗുരുവായൂരിലേക്ക് കുതിച്ചു. ഇത്തവണ തങ്ങളുടെ അച്ഛനെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയോടെ. ദിവസങ്ങളോളം രമേശനും സുനിതയും ശിവൻപിള്ളയും ചേർന്ന് ഗുരുവായൂരിന്റെ ഓരോ കോണും അരിച്ചു പെറുക്കി. സത്രങ്ങളിലും ലോഡ്ജുകളിലും തെരുവോരങ്ങളിലും അവർ അച്ഛന്റെ ഫോട്ടോയുമായി നടന്നു. ചിലർ കണ്ടെന്നു പറഞ്ഞു, മറ്റു ചിലർ കൈമലർത്തി. പക്ഷേ ഗോപിമേനോനെ കണ്ടെത്താനായില്ല. ശിവൻപിള്ള കണ്ടതിനുശേഷം അദ്ദേഹം എങ്ങോട്ടോ അപ്രത്യക്ഷനായിരുന്നു. പ്രതീക്ഷ വീണ്ടും മങ്ങിത്തുടങ്ങിയ ഒരു പ്രഭാതത്തിൽ കിഴക്കേ നടയിലെ ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു രമേശൻ. മുന്നിലിരുന്ന പത്രത്തിന്റെ പ്രാദേശിക പേജിലേക്ക് അവന്റെ കണ്ണുകൾ യാദൃശ്ചികമായി ചെന്നു. നായ്ക്കൾ കടിച്ചുകീറിയ നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. വാർത്തയുടെ തലക്കെട്ട് കണ്ട് അവനൊന്ന് ഞെട്ടി. ചാവക്കാടിനടുത്തുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് വാർത്തയിൽ പറയുന്നു. അത് അവഗണിക്കാൻ ശ്രമിച്ചെങ്കിലും വാർത്തയോടൊപ്പമുള്ള മങ്ങിയ, തിരിച്ചറിയാനാവാത്ത ഒരു ചിത്രം അവന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആ ചിത്രത്തിലേക്ക് ഉറ്റുനോക്കുന്തോറും രമേശന്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു. അതിലെന്തോ ഒന്ന്, ഒരു നേരിയ സാമ്യം. അവന്റെ ഉള്ളിൽ ഒരു അപകടമണി മുഴങ്ങി. വിറയ്ക്കുന്ന കൈകളോടെ അവൻ സുനിതയെ വിളിച്ചു. വിറങ്ങില മനസ്സുമായി അവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ഒരു ടാക്സിയിൽ യാത്ര തിരിച്ചു. ആ യാത്രയിലുടനീളം ആരും ഒന്നും സംസാരിച്ചില്ല. സുനിത കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുകയായിരുന്നു. രമേശൻ പുറത്തെ കാഴ്ചകളിലേക്ക് ശൂന്യമായി നോക്കിയിരുന്നു. അത് തങ്ങളുടെ അച്ഛനാകരുതേ എന്ന് അവരുടെ ഓരോ ശ്വാസവും പ്രാർത്ഥിച്ചു. ആശുപത്രിയുടെ ഗേറ്റ് കടന്നവർ അകത്തേക്കു നടന്നു.
മരുന്നിന്റെയും മരണത്തിന്റെയും ഗന്ധം നിറഞ്ഞ തണുത്ത ഇടനാഴികൾ. ഓരോ ചവിടുവെക്കുമ്പോഴും അവരുടെ കാലുകൾക്ക് ഭാരം കൂടുന്നതുപോലെ തോന്നി. ഒടുവിൽ മോർച്ചറി എന്നെഴുതിയ ബോർഡിന് മുന്നിൽ അവർ നിന്നു. അവരുടെ ഹൃദയം നിലച്ചുപോകുമെന്ന് തോന്നി. ഒരു പോലീസുകാരൻ അവരെ സമീപിച്ചു. "നിങ്ങളാണോ വിളിച്ചത്?" രമേശൻ യാന്ത്രികമായി തലയാട്ടി. "വരൂ." ആ തണുത്ത മുറിയിലേക്ക് കടക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷത്തേക്കാണ് കാലെടുത്ത് വെക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. ഹൃദയഭേദകമായ രംഗം. ഒരു സ്റ്റീൽ മേശയിൽ വെള്ളത്തുണി കൊണ്ട് മൂടിയ ഒരു രൂപം. പോലീസുകാരൻ തുണിയുടെ തലഭാഗം പതിയെ മാറ്റി. ആ കാഴ്ച കണ്ട് സുനിത അലറിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. രമേശനൊരു പ്രതിമ കണക്കി നിന്നു. നായ്ക്കൾ കടിച്ചുകീറി വിരൂപമായ ആ മുഖം. എങ്കിലും ആ നെറ്റിയും മൂക്കും അത് തങ്ങളുടെ അച്ഛൻ്റേതായിരുന്നു. ഓർമ്മകൾ നഷ്ടപ്പെട്ട് തെരുവിൽ അലഞ്ഞ് ഒടുവിൽ ആരും അറിയാതെ തെരുവുനായ്ക്കളാൽ കൊല്ലപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ. അവരുടെ ലോകം ആ നിമിഷം തകർന്നു വീണു. പോലീസുകാരൻ സഹതാപത്തോടെ പറഞ്ഞു, "ഇദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഇത് കിട്ടിയിട്ടുണ്ട്." നനയാതെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. അയാൾ ഭദ്രമായി പൊതിഞ്ഞ ഒരു കടലാസ് കഷ്ണം രമേശിന്റെ നേരെ നീട്ടി. അത് കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ വർഷങ്ങൾക്കപ്പുറത്തെ ഒരു ചിത്രം തെളിഞ്ഞു. യാത്രയ്ക്കു മുൻപ് അച്ഛൻ ഡയറിയിൽ നിന്നൊരു താൾ കീഴിയെടുക്കുന്നത്. ആലപ്പുഴയിലെ കൃഷ്ണകൃപയിൽ അച്ഛന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. വീട് നിശബ്ദതയിൽ മുങ്ങിയിരുന്നു. രമേശനും സുനിതയും അച്ഛന്റെ മുറിയിലെ കസേരകളിലിരുന്നു. അപ്പോഴാണ് രമേശൻ മോർച്ചറിയിൽ നിന്ന് കിട്ടിയ ആ കടലാസ് കഷ്ണം ഓർമ്മിച്ചത്. വിറയ്ക്കുന്ന വിരലുകളോടെ അവൻ ആ മടക്കിവെച്ച താൾ നിവർത്തി. അത് 2 വർഷം മുൻപ് ആ ഭാഗ്യദുഷ്ടിയായ യാത്രയ്ക്ക് തൊട്ടുമുൻപ് അച്ഛൻ എഴുതിയ ഡയറിയിലെ താളായിരുന്നു.